ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 4-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1799 മിഥുനമാസം 20-ാം തീയതി ഇന്ത്യൻ തീയതി ആഷാഢമാസം 13-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:12 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകര നക്ഷത്രമാണ്. മകര നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ 4:07 വ്യാഴാഴ്ച സൂര്യോദയത്തിന് മുമ്പ് പുലർച്ചെ 4:07 മകര നക്ഷത്രം ആരംഭിക്കുന്നത്. മകര നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ 3:54 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകരം നക്ഷത്രം എന്ന് പറയുന്നത് 2 കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ഇടവക്കൂറിലും ഈ നക്ഷത്രം വരും, മിഥുനക്കൂറിലും വരും. അതായത് ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കൂറിലാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. 12 കൂറുകളിൽ 12 രാശികളിൽ 27 നക്ഷത്രം ഉൾപ്പെടുത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മകര നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. അതുപോലെ തന്നെ ഭൂതം ഭൂമിയാണ്, മൃഗം പാമ്പാണ്, പക്ഷി പുള്ളാണ്. ഇവരുടെ ജനനം ചൊവ്വ ദശയിലാണ്. അപ്പോൾ ചൊവ്വ ദശയിലാണ് മകര നക്ഷത്ര ജാതകർ ജനിക്കുന്നത്. അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വ ഇവർ ജനിക്കുന്ന സമയത്ത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് അതനുസരിച്ചാണ് ഇവരുടെ സ്വഭാവത്തിലും ജീവിത രീതിയിലുമൊക്കെ ഉള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതൊക്കെ ഗ്രഹനില നോക്കിയാൽ മാത്രമേ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മകര നക്ഷത്ര ജാതകരുടെ ജീവിതം ആരംഭിക്കുന്ന ദശാകാലം എന്ന് പറയുന്നത് ചൊവ്വ ദശാകാലമാണ്. ചൊവ്വ ദശാകാലത്തൂടെയാണ് ഇവർ ജീവിതം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, നാളത്തെ നക്ഷത്ര ദിവസം എന്ന് പറയുന്നത് മകരം നക്ഷത്ര ദിവസമാണല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 2 പാദ സമയം ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. വ്യാഴാഴ്ച പുലർച്ചെ 4:07 മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 4:07 വരെയുള്ള സമയമാണ് ഇടവക്കൂറിൽപ്പെട്ട മകര നക്ഷത്ര പാദ സമയം. അപ്പം ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഇടവക്കൂറിൽപ്പെട്ട മകരം 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വ്യാഴാഴ്ച വൈകുന്നേരം 4:07 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ വെള്ളിയാഴ്ച പുലർച്ചെ 3:54 വരെ ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, നാളത്തെ നക്ഷത്ര ദിവസം മകര നക്ഷത്രമാണല്ലോ. മകര നക്ഷത്ര പ്രകാരം ആരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്രകാരം അവിട്ടം, ചതയം, രേവതി, ഭരണി, അത്തം, ചിത്തിര, രോഹിണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവിട്ടം, ചതയം, രേവതി, ഭരണി, അത്തം, ചിത്തിര, രോഹിണി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്ന് ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഏത് നക്ഷത്ര ജാതകരാണെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് പൂരം, ചോതി, കാർത്തിക, അശ്വതി, ഉത്രട്ടാതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പൂരം, ചോതി, കാർത്തിക, അശ്വതി, ഉത്രട്ടാതി ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേർന്ന് അവരെ ദുഃഖത്തിലും ദുരിതത്തിലും ആഴ്ത്തുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാളുകാർ നാളത്തെ എല്ലാ കാര്യങ്ങളിലും സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം മുന്നറിയിപ്പ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറഞ്ഞു തരുന്നു. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. നാളെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സമയം ഞാൻ പറഞ്ഞുതരാം. രാവിലെ 6:12 മുതൽ 9:12 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10:42 മുതൽ ഉച്ചകഴിഞ്ഞ് 1:42 വരെ ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം. നാളത്തെ തീയതി 4 ആണ്. ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഏതൊരു മാസത്തെയും 4, അതുപോലെ തന്നെ 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ തീയതികളിലൊക്കെ ജനിച്ചവർ നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ നാളത്തെ ദിവസം മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ നല്ല ഫലങ്ങൾ, പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാതെ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പിന്നെ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുള്ളവർക്കാണെന്നും സംഖ്യാജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക.
ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ സ്ക്രീനിലുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പ് മുഖേന ജനനത്തീയതി, ജനിച്ച സമയവും സ്ഥലവും ഒക്കെ അറിയിച്ചാൽ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ എന്താണെന്ന് പഠിച്ച് പറഞ്ഞു തന്ന് അതൊക്കെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മാസം ജൂലൈ മാസം 20-21 തീയതികളിൽ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ ഞാൻ പൂജയ്ക്കായി പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ ജൂലൈ 10-ാം തീയതിക്കുള്ളിൽ എന്നെ അറിയിക്കണം. അവർക്ക് വേണ്ടി ഞാനിവിടെ പൂജ ചെയ്തതിന് ശേഷമാണ് അവിടെ പൂജ പരിസമാപ്തിയായിട്ടാണ് ആ പൂജ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ ജൂലൈ മാസം 10-ാം തീയതിക്കുള്ളിൽ എന്നെ അറിയിക്കണമെന്നും ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലത്തെ വീഡിയോയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. ഇന്നലത്തെ വീഡിയോയിൽ കുംഭക്കൂറുകാരുടെ നക്ഷത്രഫലം പറഞ്ഞപ്പോൾ അത് കന്നിക്കൂറെന്ന് വായിൽ വന്നുപോയി. ദയവായി ക്ഷമിക്കണം. ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ മിസ്റ്റേക്ക് വന്നു പോകുന്നുണ്ട്. കാരണം നിത്യവും ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഹൈടെക് വീഡിയോ പോലെ ഒരാളെ ഇരുത്തി എഡിറ്റ് ചെയ്ത് ഇതെല്ലാം സസൂക്ഷ്മം പരിശോധിച്ചൊന്നും ചെയ്യുവാൻ നോ ഇൻകം. പിന്നെ എല്ലാം രചനയും നിർമ്മാണവും സംവിധാനവും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അത് പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക. മനുഷ്യരല്ലേ, എല്ലാവരും നമ്മൾ പരസ്പരം ക്ഷമയോടും സ്നേഹത്തോടും സഹകരണത്തോടും ഒക്കെ പോകണം. അപ്പോൾ ഇടയ്ക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ഈ തിരുമേനിക്കൊന്നും അറിയത്തില്ല, പൊട്ടത്തെറ്റാണെന്ന് അങ്ങനെ വിചാരിക്കരുത്. അത് നമ്മളിപ്പോൾ ഞാനിത് മുഴുവൻ എഴുതി വെച്ചല്ല വായിക്കുന്നത്. ഇത് ഈ ഗ്രഹനിലയും പഞ്ചാംഗവും എല്ലാം എൻ്റെ മനസ്സിലാണ്. അപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു പേര് തെറ്റിപ്പോയി. അപ്പോൾ കുംഭം എന്നുള്ളത് കന്നി അങ്ങ് വന്നു പോയി. അങ്ങനെയാണ് പറ്റിപ്പോയത്. അത് ക്ഷമിക്കണം. ഇനി വരാതെ ഞാൻ സൂക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാളത്തെ അനുഭവം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ്, ഒരു സൂചന. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാം. നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ചോളം നല്ലൊരു സൂപ്പർ ദിവസം ആകേണ്ടതാണ്. പക്ഷേ ആകത്തില്ല. നാളത്തെ ദിവസം അവരുടെ 2-ാം ഭാവത്തിൽ ചന്ദ്രൻ ബലഹീനനായിട്ട്, ചതുർദശി തിഥിയല്ലേ, കർത്തവാവല്ലേ, ചന്ദ്രന് ബലമില്ലാത്ത സമയമാണ്. അപ്പോൾ ബലമുണ്ടായിരുന്നെങ്കിലോ, ചന്ദ്രൻ ഈ വ്യാഴവുമായിട്ട് ശുഭഗ്രഹവുമായിട്ട് ചേരുകയായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ ധനം വന്ന് കുമിഞ്ഞു കൂടിയേനെയും. പക്ഷെങ്കിൽ നാളത്തെ ദിവസം അതിന് സാധ്യതയില്ല. എങ്കിലും ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം, കുടുംബസുഖം പ്രതീക്ഷിക്കാം. പക്ഷേ മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. മാതാവ് ഏതെങ്കിലും വിധത്തിൽ ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ഭാര്യ മുഖേന, ഭർത്താവ് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. നല്ല അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ വാരിക്കോരി വന്നു ചേരേണ്ട ഒരു ദിവസമായിരുന്നു. പക്ഷേങ്കിൽ അത് ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചോളം ഇതുപോലെ തന്നെയാണ്. നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ശുഭഗ്രഹമാണ് വ്യാഴം. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ ഈ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ബലമില്ല എങ്കിൽ ചന്ദ്രൻ എന്നാ ചെയ്യാനാ? ചന്ദ്രന് ഒരു ഫലത്തെയും കൊടുക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് പൂർണ്ണ ബലമുള്ളൊരു ചന്ദ്രനും ഈ ശുഭഗ്രഹമായ വ്യാഴവും കൂടെ കൂടിച്ചേരുകയായിരുന്നെങ്കിൽ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ചോളം നല്ല 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 വെടിക്കെട്ട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നാളുകാർക്ക് ഈ കുടുംബത്തിൽ ധനപരമായ വിഷയത്താൽ ഭാരപ്പെടുന്ന ഒരു സമയമാണ്. സ്ത്രീകൾ മുഖേന ശത്രുത, പിതാവുമായിട്ടുള്ള ശത്രുതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പല കുടുംബങ്ങളിലും സാമ്പത്തികമായ ഞെരുക്കത്തിലും പ്രയാസത്തിൽ കൂടിയാണ് പോകുന്നത്. സ്ഥിരജോലിയും സ്ഥിര വരുമാനമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല എങ്കിൽ പോലും അല്ലാത്തവർക്ക് പാടുപെടുന്നുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ നല്ല ജോലി, സ്ഥിര ജോലി ഇപ്പോൾ ഉള്ള സമയവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം. പക്ഷേ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ധാരാളം സ്വർണവും ധനവും ഒക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ഇതെല്ലാവർക്കും ഒന്നും വന്നു ചേരണമെന്നില്ല. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഈ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർ വന്ന് കടന്നു പോവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതിന് മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖത്തിൽ കുറവരും, ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, സുഖക്കുറവുണ്ടാകും. തൊഴിൽപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുക. എന്നാൽ ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് ഈ പറഞ്ഞതൊന്നും അനുഭവത്തിൽ വരാതെ സുഖിമാന്മാരായി ജീവിക്കുന്ന ഒരുപാട് പേരും കാണും നാളത്തെ ദിവസം. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ നാളത്തെ ദിവസം അവർക്ക്
കുടുംബസുഖത്തിൽ കുറവ് വരും. ധനപരമായി ഇവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും ഓടുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ്. ഇവർ ധനം വന്നു ചേരും, ഇന്നോരുടെ കയ്യിൽ നിന്ന് ധനം വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചാൽ അതുപോലെയൊന്നും വന്നു ചേരണമെന്നില്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം നേട്ടങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദിവസമാണ്. വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാര നേട്ടം വരെ പ്രതീക്ഷിക്കാം. എങ്കിലും സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ കുറവായിരിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം പുത്രന്മാരാലുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുമാത്രമാണ് അവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണവും സാധാരണ രീതിയിൽ അങ്ങ് പോകുമെങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ്, ഇപ്പോൾ ഇവർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതങ്ങനെ ആ വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാലപൂയം ആയില്യം നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമാണ്. നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട്. അവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അവർക്ക് പല കാര്യങ്ങളിലും നേട്ടം വന്നിരുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് നാളത്തെ ദിവസം വ്യാപാരികളൊക്കെ ആണെങ്കിൽ വ്യാപാര നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടം ഏറ്റവും അനുകൂലമായി വന്നു നിൽക്കാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് നഷ്ടം ഒന്നും വന്നു ചേരാൻ സാധ്യതയില്ല. നാളത്തെ ദിവസം അവർക്ക് എല്ലാ കാര്യങ്ങളിലും നേട്ടമാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ മാതാവിൻ്റെ സ്ഥിതി ഒരുപക്ഷെ മോശമാകാൻ സാധ്യതയുണ്ടെങ്കിൽ പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിലിടങ്ങളിൽ ശത്രുതജ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. മേലധികാരികളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന പോലെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. ദാമ്പത്യ ജീവിത സുഖവും പൂർണ്ണമായിട്ടും തൃപ്തികരമായി വന്നു ചേരുന്നൊരു ദിവസവുമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അതും പൂർണ്ണമായ തൃപ്തികരമായ അനുഭവത്തെ സ്ഥിര ജോലിയും സ്ഥിര വരുമാനവും ഉള്ളവർക്ക് ഇത് ബാധകമല്ല. അല്ലാത്തവരെ സംബന്ധിച്ചോളം അത്ര പൂർണ്ണമായ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി പോകുന്നൊരു ദിവസവുമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പല കാര്യങ്ങളും ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖക്കുറവും ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിയിൽ അകപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ പല പ്രകാരത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം അവരെ തേടി വരിക. ആൺമക്കൾ മുഖേനയുള്ള അനുഭവക്കുറവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം. എങ്കിലും മറ്റ് ചില കാര്യങ്ങൾ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമായ ഒരു ദിവസമല്ല. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പിതാവ് മുഖേന നഷ്ടസാധ്യതകൾ, പിതാവിന് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ കൊണ്ട് നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യക്കേടുകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അനുകൂലമായ ഒരു അനുഭവം വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ സാധാരണ പോലെ ഇരിക്കും. സാധാരണ ഒരു ജീവിതം അനുഭവമായിരിക്കും ഇക്കാര്യത്തിൽ. കുടുംബസുഖവും ധനസ്ഥിതിയും സംബന്ധിച്ചുള്ള സാധാരണ ജീവിതാനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. ആൺമക്കളെ കൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാകുന്നൊരു ദിവസമല്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രോഗം വന്നു ചേരുവാൻ, അല്ലെങ്കിൽ ധനം തികയാത്ത അവസ്ഥ, കടം വാങ്ങിക്കേണ്ട സാഹചര്യം, ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുക എന്നീ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് കടബാധ്യതയുള്ളവർ ആ വിഷയത്തിൽ ഭാരപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായി വലിയ നേട്ടമൊന്നും ഉള്ള സമയമല്ല നാളത്തെ ദിവസം എന്നും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്.
കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ സാധാരണ ജീവിതാനുഭവത്തെ തരുന്നു. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചോളം ഭാഗ്യകരമായ അനുഭവങ്ങൾ ഒന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല എങ്കിൽ പോലും തൊഴിൽപരമായി അനുകൂലമായ ഒരു സാഹചര്യം, സാധാരണ തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്ന് മാതാവിന് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാത്രമല്ല ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂറ്റാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏകന്മാരും അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. പലതരത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനയോഗം ഉണ്ടാകുന്ന ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ദിവസമാണ്. സമ്പത്തും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശത്രുക്കൾക്ക് നാശം സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിത സുഖം അവർക്ക് ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. പല പ്രകാരത്തിലുള്ള നേട്ടങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ മാതൃസ്വത്ത് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യത കുറവാണ്. മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം അത്ര അനുകൂലമല്ല. മാതാവിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പിതാവ് മുഖേന ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ പൂർണ്ണമായും വന്നു ചേരുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. പല കാര്യങ്ങളിലും അലസത കാണിക്കുന്നൊരു ദിവസമാണ്. കാര്യപ്രാപ്തിക്കുറവൊക്കെ വന്നു ചേരാം. ചിലരൊക്കെ പിശുക്കരായി മാറുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം ജോലിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് കാര്യമായി വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവരുടെ ചിന്താഗതികൾക്കൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നല്ല ചിന്താഗതി കുറവായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി കാര്യമായി ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയെ കൊടുക്കുന്നില്ല. മാതാവിന് ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേന വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ശത്രുതകളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന പിതാവുമായിട്ടുള്ള ശത്രുത മൂലം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ശത്രുതകളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ കാര്യമായി വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാർശ്വവാദികളൊക്കെ പെരുകുന്നൊരു സമയമാണ്. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ മുക്തി നേടട്ടെ. പകർച്ചവ്യാധികളൊന്നും അവരെ പിടികൂടുവാൻ മഹാദേവൻ സമ്മതിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാളത്തെ ദിവസവും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും വന്നു ചേരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.